കണ്ണുനീർത്താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ കണ്ടവനൻ കാര്യം നടത്തിത്തരും. കണ്ണുനീർ കണ്ടവനൻ കാര്യം നടത്തിത്തരും. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 73-ാം സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു. അവർ മർത്തിനെ പോലെ കഷ്ടത്തിലാകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല. ആകെ ഡംബം അവർക്ക് മാലയായിരിക്കുന്നു, ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിരിക്കുന്നു. അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു, അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു, ഉന്നതഭാവത്തോടെ സംസാരിക്കുന്നു. ദൈവം ഇസ്രായേലിന്റെ നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. ആമേൻ, സ്തോത്രം. അവരുടെയൊക്കെ ജീവിതത്തിൽ കഷ്ടപ്പാടുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, ഞെരുക്കമുണ്ട്, സങ്കടമുണ്ട്, വേദനയുണ്ട്, നിന്ദയുണ്ട്, പരിഹാസമൊക്കെ ഉണ്ട്. എന്നാലും കർത്താവിൻ്റെ സന്നിധിയിൽ നിർമ്മലമായൊരു ഹൃദയമുള്ള ഏതൊരു വ്യക്തിക്കും എന്ന് വെച്ചാൽ കർത്താവ് കൊടുത്ത ഒരു ഉപകാരമെങ്കിലും ജീവിതത്തിൽ കാണില്ലേ? ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ അനുഭവിക്കുമ്പോൾ ആ ദൈവമക്കളെ മനസ്സിലാക്കുന്നത്, ഇത്രത്തോളം നമ്മളെ കരുതുവാൻ ആരാണ്, ഇത്രത്തോളം നമ്മളെ സ്നേഹിക്കാൻ ആരാണ്? നമ്മുടെ കുറവ് വശങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മളോട് പുറത്ത് നിർമ്മലമായൊരു മനസ്സ് ദൈവം തന്ന് നമ്മളെ വീണ്ടെടുക്കുന്ന, നമ്മുടെ കുറവുകൾ നമ്മളോട് ക്ഷമിച്ചുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഇത്ര നല്ല ദൈവത്തെ അനുഭവിക്കുന്ന ഏതൊരു ദൈവ പൈതലും ആ പാദപീഠം വിട്ടു പോവോ? ഇല്ല. ആമേൻ. ദൈവം ഇസ്രായേൽ നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്ന നിശ്ചയം. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന ദൈവമക്കള് മനസ്സിലാക്കുന്ന ദൈവമക്കളെ, ഈ ദൈവത്തിൻ്റെ കൃപ എത്ര വലുതാ! യഹോവ നല്ലവനെന്ന് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക. എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയെന്നാണ് പറഞ്ഞത്. അതിന് കാരണമുണ്ട്. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവർ നിന്ദിക്കുന്നുണ്ട്, പഴിക്കുന്നുണ്ട്, പ്രാർത്ഥനയില്ല, വിശ്വാസമില്ല, ദൈവത്തെ പഴിക്കുന്നു. അവരൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അവർ സുഖമായിട്ട് കഴിയുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഒന്ന് ചിന്തിച്ചു പോയി. നമ്മളെ നോക്കിക്കൊണ്ട് ദുഷിക്കുമ്പോഴും പഴിക്കുമ്പോഴും ആ വേദന പരിഹാസം ഏറ്റെടുക്കുമ്പോൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഒരു കൈത്താങ്ങേണ്ടവർ, ഒരാശ്വാസവാക്ക് പറഞ്ഞു തരേണ്ടവർ നമ്മളെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുകയും പഴിക്കുകയും ദുഷിക്കുകയും ചെയ്യുമ്പോൾ ദൈവമക്കളെ മനസ്സുകൊണ്ട് ഒന്ന് ഓർത്തു പോവുക, അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരിയോട് അസൂയ തോന്നിയെന്നാണ് പറഞ്ഞത്. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു, അവർക്ക് ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പോകുന്നൊരു ഭാഗം. ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. അവരിലേക്ക് നോക്കിക്കൊണ്ട് ആരും രക്ഷപ്പെടത്തില്ല. അവങ്കലേക്ക് നോക്കിക്കൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം. ഇനിയുള്ള കാലം ക്രിസ്തുയേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജീവിക്കുന്നവരാരും ഒരു നാൾ ലജ്ജിച്ച് പോകത്തില്ല. ദൈവമക്കളെ, ഒരു നിമിഷം നമ്മൾ അങ്ങോട്ട് നോക്കി ഇങ്ങനെയൊന്നും പറയാൻ ചിന്തിക്കാൻ ഇടയായതാണ് നമ്മുടെ കാലടികൾ ഏറെക്കുറെ വഴുതി പോകാനായിട്ട് ഇടയായത്. വഴുതാതിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ കാലുകൾ വഴുതി പോകരുത്. ദൈവമക്കളെ, നമ്മളെ വെച്ചിരിക്കുന്നത് കർത്താവിന് വേണ്ടിയിട്ടാണ്. ആ കാല് ഒന്ന് മുൻപോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കർത്താവിന് വേണ്ടിയിട്ടാണ്, ഒരിക്കലും അത് പിന്നിലേക്കല്ല. ആമേൻ, സ്തോത്രം. ജീവിക്കുന്നെങ്കിലും മരിക്കുന്നെങ്കിലും ക്രിസ്തുവിന് വേണ്ടി കഷ്ടതകൾ മുഴുവനും അനുഭവിച്ച് നമുക്ക് വേണ്ടി ആ ക്രൂശിൽ കിടന്നുകൊണ്ട് തൻ്റെ പ്രാണനെ പിതാവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കും മുമ്പ് സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ കർത്താവ് എല്ലാ നിന്ദയും വഹിക്കുകയായിരുന്നു. ആമേൻ, സ്തോത്രം. എല്ലാ ഉപദ്രവങ്ങളും വിയക്കുകയായിരുന്നു. എൻ്റെ കർത്താവ് അനുഭവിച്ച ഈ കഷ്ടത നമ്മൾ ത്യജിച്ച് കളയേണ്ട ദൈവമക്കളെ. ഈ കഷ്ടതയുടെ നടുവിലും ഇപ്പോൾ അനുഭവിക്കുന്ന കണ്ണുനീരിൻ്റെ നടുവിലും നിന്ദയുടെയും പരിഹാസത്തിൻ്റെ ഒക്കെ നടുവിലായിരിക്കട്ടെ, ചുറ്റുവട്ടത്തിട്ട് നോക്കാതെ ഈ മഹാകഷ്ടതയുടെ നടുവിലൂടെ നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തോട് നന്ദി പറയാൻ ഇടയാക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് സ്തോത്രം. സങ്കടങ്ങളും വേദനകളും പരിഹാസങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ ഏറെ കടന്നു വന്നപ്പോഴും വീണു പോകാതിരുന്നത് ഉള്ളം കരങ്ങളിൽ വഹിച്ചിട്ടപ്പ ആ സ്നേഹം, ആ കരുതൽ ഇന്നും എന്നും കൂടെയുള്ളത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മാറാത്തവനായി കഷ്ടതര നടുവിൽ കൂടെ നിൽക്കുന്ന കർത്താവെ, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സകല മഹത്വം പുകഴ്ചയും അങ്ങെടുക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, സ്തോത്രം.